നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ ഉണർത്തി ഒരു പൊന്നോണക്കാലം കൂടി കടന്നുപോയി. നാടെങ്ങും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വ്യത്യസ്തങ്ങളായ ഓണാഘോഷ പരിപാടികളുമായി വിവിധ ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും. നിത്യാനന്ദ യുവജന സേവാ സമിതി ഒരുക്കിയ ഉത്തര കേരള പൂക്കള മത്സരം ശ്രദ്ധേയമായി. തിരുവോണ ദിനത്തിൽ ഇത്തവണയും പ്രതിഷേധ സമരങ്ങൾക്ക് കുറവില്ല. കാസർഗോഡ് നാളികേര കർഷകരും കാഞ്ഞങ്ങാട് ആധാരമെഴുത്ത് സംഘടനയും സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ നിരാഹാര സമരം നടത്തി. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഉത്രാട ദിനത്തിൽ ബാക്കി വെച്ച മാലിന്യങ്ങൾ യഥാസമയം നീക്കി കാഞ്ഞങ്ങാട് നഗരസഭ മാതൃകയായി. അരയി വട്ടത്തോട് ചൂരപ്പായ് ഭദ്രമൂർത്തി പള്ളിയറയുടെ കുറ്റിയടിക്കൽ കർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. പൂവിളികളും ആഘോഷവുമായി ഒരു പൊന്നോണക്കാലം കടന്നുപോയി. സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഘോഷമായ ഓണം കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനുകൂടി വേദിയായി മാറി. നന്മയുടെയും സമൃദ്ധിയുടെയും സന്ദേശങ്ങളുമായി നാടെങ്ങും തിരുവോണ ദിനം ആഘോഷിച്ചു. കള്ളവും ചതിവുമില്ലാത്ത നാളുകൾ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷകൾ പങ്കിട്ടാണ് ഓരോ ഓണക്കാലവും കടന്നുപോകുന്നത്. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ പൂക്കളമിട്ടും ഓണസദ്യ ഒരുക്കിയും പഴമകൾ കൈവിടാതെയാണ് ഓരോ മലയാളികളും ഓണം ആഘോഷിച്ചത്. കുട്ടികൾക്ക് പുത്തനുടുപ്പുകൾ സമ്മാനിച്ചും കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഓണസദ്യ കഴിച്ചും സൗഹൃദ സന്ദർശനങ്ങൾ നടത്തിയുമാണ് ഓണാഘോഷങ്ങളിൽ പങ്കുചേർന്നത്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഓണാഘോഷങ്ങൾക്കും വ്യത്യസ്തതകൾ കാണാമായിരുന്നു. വാട്സാപ്പുകളിലൂടെ ഓണസന്ദേശങ്ങൾ കൈമാറാനും ആഘോഷത്തിന്റെ ചിത്രങ്ങൾ കൈമാറാനും മിക്കവരും സമയം കണ്ടെത്തി. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓണാഘോഷ ലഹരിയിൽ നാടും നഗരവും വിവിധ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണക്കിറ്റ് വിതരണവും നടന്നു. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നാടെങ്ങും സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വ്യത്യസ്തമാർന്ന പരിപാടികളോടെയാണ് മിക്ക സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കോവൽ സ്റ്റോർ യുവശക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി മാവേലിയുടെ ഗൃഹസന്ദർശന പരിപാടി ഒരുക്കിയിരുന്നു. ക്ലബ്ബ് പരിധിയിലെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. മാവേലിയോടൊപ്പം ക്ലബ്ബ് പ്രവർത്തകർ വീടുകളിലെത്തിയാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. നഗരസഭാ ചെയർമാൻ വി രമേശൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, പ്രിയേഷ് കാഞ്ഞങ്ങാട്, KV ദാമോദരൻ, ശശിധരൻ, മുൻ കൗൺസിലർ സുശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. വീടുകളിൽ ഓണാശംസ അറിയിച്ചുകൊണ്ടുള്ള മാവേലിയുടെ സന്ദർശനം ഏറെ ശ്രദ്ധേയമായി. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ഓണാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ഓണപ്പൂക്കളവും ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് ഓണസദ്യയും ഒരുക്കി. നോർത്ത് കോട്ടശ്ശേരി പത്മ പോളിക്ലിനിക്കിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണപ്പൂക്കളവും ഒരുക്കിയിരുന്നു. മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരുമെല്ലാം ഓണാഘോഷ പരിപാടികൾ പങ്കുചേർന്നു. പൊയ്യക്കര വിവേകാനന്ദ കലാകായിക കേന്ദ്രത്തിന്റെ ഓണാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. സ്വാമി പ്രേമാനന്ദ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MV ശ്രീധരൻ അധ്യക്ഷനായി. ക്ലബ്ബ് സെക്രട്ടറി KV ദിവാകരൻ, സൂരജ് മുണ്ടവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാവേലിയോടൊപ്പം ക്ലബ്ബ് പ്രവർത്തകർ വീടുകളിലെത്തി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കല്ലിങ്കാൽ പ്രിയദർശിനി ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. കുളവയിൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം നടപ്പിലാക്കുന്ന അന്നപൂർണ യോജനയുടെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം നടന്നു. 335 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ കൈമാറി. ഓണക്കിറ്റ് വിതരണം അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ഗംഗാധരനും ഹോസ്ദുർഗ് CI CK സുനിൽകുമാറും ചേർന്ന് കൈമാറി. ചടങ്ങിൽ CV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഓണാഘോഷ പരിപാടി ഹോസ്ദുർഗ് CI CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. RSS കാഞ്ഞങ്ങാട് ജില്ലാ സഹസേവാ പ്രമുഖ് ഗോവിന്ദൻ എച്ചിക്കാനം മുഖ്യപ്രഭാഷണം നടത്തി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച CI സുനിൽകുമാറിന് ഹോണറബിൾ ക്യാപ്റ്റൻ MK കൃഷ്ണൻ ഉപഹാരം നൽകി ആദരിച്ചു. വാടകങ്ങളായ കുഞ്ഞാമിന, ഹാജിറ, ഷീബ, സുകുമാരൻ, മഹേഷ് കുളവേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാതല പൂക്കള മത്സരവും നടന്നു. സത്യനാൻ ടീം 1ാം സ്ഥാനവും ഹരികൃഷ്ണൻ ടീം 2ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ക്ലബ്ബ് സ്ഥാപക പ്രസിഡന്റ് AK ലക്ഷ്മണൻ ഉപഹാരം വിതരണം ചെയ്തു. രതീഷ് കാലിക്കടവ് അധ്യക്ഷനായി. AK നാരായണൻ, ജനാർദ്ദനൻ, പ്രസാദ് വെള്ളിക്കോത്ത്, ബാബു അതിയാമ്പൂർ,
രഘു വി, കെ വി സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ 46ാമത് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ക്ലബ്ബ് പ്രസിഡന്റ് എം വി ദിലീപ് പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് വീടുകളിലെത്തി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ ഓണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വീടുകളിൽ മാവേലിയോടൊപ്പം ക്ലബ്ബ് പ്രവർത്തകരെത്തിയാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ജാതിമതഭേദമന്യേ 500 വീടുകളിൽ ഓണക്കിറ്റുകൾ എത്തിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മൂലക്കണ്ടം ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി 150 വീടുകളിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വൈകുണ്ഠൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കെ ദിനേശൻ മൂലക്കണ്ടം, ഉമേശൻ കാട്ടുകുളങ്ങര, എം നാരായണൻ, വിനു കെ, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. അതിയാമ്പൂർ പാർക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷ പരിപാടി കാണാൻ നിരവധി പേർ എത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ പാസിംഗ് ദ ബോൾ മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നേടിയത് കൗതുകമുണർത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം എം പൊക്ലൻ മത്സര പരിപാടി ഉദ്ഘാടനം ചെയ്തു. MK വിനോദ് കുമാർ, സാലു, അനിൽകുമാർ, പ്രതീഷ് തുടങ്ങിയവർ മത്സര പരിപാടികൾക്ക് നേതൃത്വമേകി. ഓണക്കിറ്റ് വിതരണവും നടന്നു. ഉദയംകുന്ന് സൂര്യോദയ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി വേറിട്ട അനുഭവമായി മാറി. വനിതകളുടെ പഞ്ചഗുസ്തി മത്സരം ഏറെ ആകർഷകമായി. വാശിയേറിയ മത്സരം കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. ഓണത്തല്ല്, കസേരകളി തുടങ്ങിയ മത്സര പരിപാടികളും അരങ്ങേറി. ശരത് നാരായണൻ, സനൂപ്, ശരൺ തുടങ്ങിയവർ നേതൃത്വമേകി. ഉത്തര കേരള പൂക്കള മത്സരം ഒരുക്കി നിത്യാനന്ദ യുവജന സേവാ സമിതി പ്രവർത്തകർ. 28ാം വർഷമാണ് പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നത്. തിരുവോണ ദിനത്തിൽ നിത്യാനന്ദ യുവജന സേവാ സമിതി സംഘടിപ്പിച്ച ഉത്തര കേരള പൂക്കള മത്സരം പങ്കാളിത്തം കൊണ്ട് ഏറെ ആകർഷകമായി. തൃശൂർ മുതൽ മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രധാന ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. തുടർച്ചയായ 28ാം വർഷമാണ് പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതി കഴിഞ്ഞ 28 വർഷമായി ഈ ഉത്തര കേരള പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. ഈ വർഷവും പൂർവാധികം ഭംഗിയോടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മത്സരത്തിൽ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ, പ്രമുഖ ടീമുകൾ തന്നെ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്രാവശ്യം കാണുന്നത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കർണാടകയിൽ നിന്ന് ടീമുകളുണ്ടായിരുന്നു. പക്ഷേ കർണാടകയിൽ ഇപ്രാവശ്യം ബന്ധായ കാരണം അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് അവസ്ഥയാണുള്ളത്. വരും വർഷങ്ങളിലും സമിതി ഇതുപോലെ പൂക്കള മത്സരം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ പൂക്കള മത്സരത്തിന് 28,000 വർഷത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ 28,000 രൂപയാണ്, 25,028 രൂപയാണ് ഞങ്ങൾ സമ്മാനം നൽകുന്നത്. അതുപോലെ 2ാം സ്ഥാനത്തിന് 15,000, 10,000, 5,000 എന്നിങ്ങനെയാണ് സമ്മാനം. കൂടാതെ റോളിംഗ് ട്രോഫിയും സ്ഥിരം ട്രോഫിയും ഞങ്ങൾ വിജയികൾക്ക് നൽകുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് മറ്റ് കലാപരിപാടികളും സമിതി സംഘടിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം കർണാടകയിൽ നിന്നുള്ള ഡൊല്ലു സംഘമാണ് ഇപ്രാവശ്യം ഈ ഉത്സവത്തോട്, ഈ ആഘോഷത്തോടനുബന്ധിച്ച് പരിപാടി അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നത്. അടുത്ത 30ാമത് വർഷത്തിൽ വളരെ വിപുലമായ ഒരു പൂക്കള മത്സരം ഓണത്തോടനുബന്ധിച്ച് സമിതി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിലാണ് പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. 1ാം സമ്മാനമായി 25,028 രൂപയും 2ാം സമ്മാനമായി 15,000 രൂപയും 3ാം സമ്മാനമായി 10,000 രൂപയുമാണ് നൽകുന്നത്. ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുമായി നൂറുകണക്കിന് ആളുകളാണ് മത്സരം കാണാൻ എത്തിയത്. വൈവിധ്യമാർന്ന പൂക്കളാൽ ഒരുക്കിയ പൂക്കളങ്ങൾ ഏറെ ആകർഷകങ്ങളായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആനുകൂല്യം നിഷേധിച്ചതിനെതിരെ നാളികേര കർഷകർ പുത്തികെ കൃഷിഭവൻ ഓഫീസിന് മുന്നിൽ പട്ടിണി സമരം നടത്തി. തിരുവോണ ദിനത്തിലായിരുന്നു സമരം. നാളികേര കർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ തിരുവോണ ദിനത്തിൽ നാളികേര കർഷകർ കൃഷിഭവൻ ഓഫീസ് പരിസരത്ത് പട്ടിണി സമരം നടത്തി. കൃഷിഭവൻ മുഖേന സംഭരിച്ച നാളികേരത്തിന്റെ പണം ഓണത്തിനു മുൻപ് കർഷകർക്ക് നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പട്ടിണി സമരം. ഓണസദ്യക്ക് പകരം കഞ്ഞിവെള്ളം കുടിച്ച് പ്രതീകാത്മകമായി ഓണം ആഘോഷിച്ചു. JB ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ രവീന്ദ്രൻ കണ്ണങ്കൈ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൃഷിക്കാരാണ്. അതുകൊണ്ട് കൃഷിക്കാരെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, നമ്മൾ പഴയൊരു പഴഞ്ചൊല്ലി പറയാറില്ലേ, ആനക്ക് അതിന്റെ ശക്തി അറിയില്ല എന്ന് പറയുന്നത് മാതിരി ഒരു കൃഷിക്കാരന്റെ ഈ രാജ്യത്തിന്റെ
ശക്തി എന്താണെന്ന്, ഒരു കൃഷിക്കാരൻ ഈ രാജ്യത്തിന് നൽകുന്ന സംഭാവനകൾ എന്തൊക്കെയാണെന്ന്, ഒരു കൃഷിക്കാരൻ ഈ രാജ്യത്തെ എങ്ങനെയാണ് താങ്ങി നിർത്തുന്നതെന്ന്, ഒരു കൃഷിക്കാരൻ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി തീർന്നിരിക്കുന്നതെന്ന് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അജയൻ പരവനടുക്കം, മുഹമ്മദ് അലി, ഷുക്കൂർ കോണാജെ, അബ്ദുള്ള, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. പുത്തിക കൃഷിഭവനിലെ കർഷകർക്ക് നാളികേരം കൊടുത്ത വകയിൽ, കൃഷിഭവൻ സംഭരിച്ച വകയിൽ ലഭിക്കാനുള്ള പണം 4 മാസത്തോളമായി ലഭിച്ചിട്ടില്ല. കൂടാതെ കർഷക പെൻഷനും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആയതിനാൽ ഇന്ന് പുത്തിക കൃഷിഭവൻ്റെ മുന്നിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി കിസാൻ രക്ഷാസേനയുടെ നേതൃത്വത്തിൽ കർഷകർ തിരുവോണ ദിനത്തിൽ ഒരു പട്ടിണി ദിനം ആചരിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ഖേദമുണ്ട്. ഈ പട്ടിണി ദിനം ആചരിക്കുന്നതോടൊപ്പം ഞങ്ങൾ വെറും കഞ്ഞിവെള്ളം നൽകി ഞങ്ങൾ ഇന്ന് തിരുവോണം ആഘോഷിക്കേണ്ടി വന്നത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ മൂലമാണെന്ന് അറിയിച്ചുകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓരോ ആഘോഷവും നഗരത്തിന് ബാക്കി വയ്ക്കുന്ന മാലിന്യങ്ങളുടെ കാഴ്ചകൾ ഇത്തവണ ഇല്ല. ഉത്രാട ദിനത്തിൽ രാത്രിയോടെ തെരുവോര വിപണിയിൽ ബാക്കിയായ മാലിന്യങ്ങൾ നഗരസഭ അധികൃതർ ശുചീകരിച്ചു. ഓരോ ആഘോഷകാലവും കടന്നു പോകുമ്പോൾ നഗരങ്ങളിലും പട്ടണങ്ങളിലും അവശേഷിപ്പിക്കുന്നത് തെരുവോരങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങളാണ്. നഗരയാത്രികർക്ക് ഏറെ ദുരിതം സൃഷ്ടിക്കാറുള്ള ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇത്തവണ അറുതിയായി. ഉത്രാട ദിനത്തിൽ രാത്രിയോടെ കാഞ്ഞങ്ങാട് നഗരത്തിലെ തെരുവോര വിപണിയിൽ അവശേഷിപ്പിച്ച മാലിന്യങ്ങളെല്ലാം നഗരസഭാ അധികൃതർ നീക്കം ചെയ്തു. നഗരസഭാ ചെയർമാൻ വി രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം നടന്നത്. മാലിന്യങ്ങളില്ലാത്ത നഗരമെന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ വി രമേശൻ പറഞ്ഞു. ഇപ്രാവശ്യം ബക്രീദ് ഓണത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് നഗരസഭ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി. കാഞ്ഞങ്ങാട് പട്ടണത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും അവരവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലം ഒരുക്കുകയും കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ട്രാഫിക് പരിഷ്കരണം പോലീസിൻ്റെ സഹായത്തോടുകൂടി ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കാഞ്ഞങ്ങാട് വന്ന് സാധനം പോകാൻ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഓണം കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് രാത്രി തന്നെ പട്ടണമാകെ ക്ലീൻ സിറ്റി എന്ന പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. എല്ലാ ആഘോഷങ്ങളുടെ സമയത്തും ഈ രീതി നടപ്പിലാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ആധാരമെഴുത്ത് മേഖലയിലെ സർക്കാരിൻ്റെ നയസമീപനങ്ങൾ തിരുത്തണമെന്ന് ആവശ്യം. ആധാരമെഴുത്തുകാർ തിരുവോണനാളിൽ നിരാഹാര സമരം നടത്തി. ആധാരം എഴുതി വാങ്ങുന്നവർക്കും എഴുതി കൊടുക്കുന്നവർക്കും ലൈസൻസ് ഉള്ള ആധാരം എഴുത്തുകാരെ സമീപിക്കാതെ സ്വന്തമായി ആധാരം തയ്യാറാക്കാമെന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. ആധാര എഴുത്തു മേഖലയിലെ 10,000-കണക്കിന് ആളുകളുടെ തൊഴിൽ ഇല്ലാതാക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭാഗപത്രം, ദാനാധാരം, ഒഴിമുറി മുതലായ രേഖകൾ രജിസ്റ്റർ ചെയ്യാൻ ഫീസ് വർദ്ധിച്ച നടപടി പിൻവലിക്കണമെന്നും ആധാരമെഴുത്ത് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്ന നിരാഹാര സമരം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റിനെ ദുഷ്പേരുണ്ടാക്കുക, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ ഒന്ന് താഴെ ഇറക്കുക, അങ്ങനെയുള്ള ഒരു ലക്ഷ്യവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിങ്ങൾ ഇപ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വഴിമുട്ടി ഗത്യന്തരമില്ലാതെയാണ് ഈ ഓണം നാളിൽ ഇവിടെ ഉപവസിക്കുന്നത്. അപ്പോൾ ഓണം നാൾ നിങ്ങൾക്ക് ഇന്നലെ സമരം ചെയ്യാമായിരുന്നു, നാളെ സമരം ചെയ്യാമായിരുന്നു, അപ്പോൾ നാളത്തെ കഴിഞ്ഞ് സമരം ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്ന് മാത്രം സമരം ചെയ്തത്, ഇതിനു മുമ്പ് നിങ്ങൾ സമരം ചെയ്തത്, നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഒക്കെ ഈ ബദിരകർണങ്ങളിൽ പതിഞ്ഞു ഒരു ഫലവും ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓണം നാളുകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതിയാണ് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കേണ്ട മണിക്കൂറുകൾ നിങ്ങൾ ഈ ഉച്ചവരെ ഈ പന്തലിൽ ഇപ്പോൾ ചെലവഴിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ കേരളീയ സമൂഹം ഈ ന്യായമായ ആവശ്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുനിൽ കുമാർ കൊട്ര അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അഡ്വക്കേറ്റ് MC ജോസ്, CP ബാബു, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, C മുഹമ്മദ് കുഞ്ഞി, V മാധവൻ നായർ, KV കുഞ്ഞമ്പു പൊതുവാൾ, PR കുഞ്ഞിരാമൻ, PK കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരയി വട്ടത്തോട് ചൂരപ്പായ് ഭദ്രമൂർത്തി പള്ളിയറയുടെ കുറ്റിയടിക്കൽ കർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു. അരയി വട്ടത്തോട് ചൂരപ്പായി ഭദ്രമൂർത്തിയുടെ പള്ളിയറയുടെ കുറ്റിയെടുക്കൽ കർമ്മം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. അരയി ഏര്യത്തിമുണ്ട ദേവാലയ സ്ഥാനികന്മാരുടെ കാർമ്മികത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. സുകുമാരൻ ആചാരി ചാലിങ്കാൽ കുറ്റിയെടുക്കൽ കർമ്മം നിർവഹിച്ചു.
KP സുരേഷ് അരി ദേവസ്ഥാനം സ്ഥാനീയർക്ക് ആദ്യ ഫണ്ട് കൈമാറി. ചടങ്ങിൽ അരയിക്കോവിലകം പ്രസിഡന്റ് K. അമ്പാടി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് M. V. രാമകൃഷ്ണൻ, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ V. കണ്ണൻ, P. ബാബു പണിക്കർ, V. രാഘവൻ, M. വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. Experience with heavenly touch. Fashion Gold International, Payyanur, Chirvattur, Kasargod. Rossi Romani, Malabar Square Building, New Bus Stand, Kasargod. ഹായ്, ഞാൻ ഫറാദ്. 20 വർഷമായി ഞങ്ങൾ അവിടെ നിന്നാണ് പൊന്നെടുക്കുന്നത്. ആരെന്തു പറഞ്ഞാലും ഇനി അവിടെ തന്നെ എടുക്കും. അതൊരു വിശ്വാസമാണ്. Rajadhani Golden Diamonds, Badiyadka, Kumbala. Give them beauty, make them smile. Baby Camp Kids Toe. Maulavi Book Depot, Vyapara Bhavan Road, Old Bus Stand, Kasargod. Phone 04994220354, 04994230993. ഗോൾഡ് കിങ് സുവർണ ശോഭയുടെ 15 വർഷങ്ങൾ. വിശ്വാസത്തിന് പോറലേൽക്കാത്ത മാറ്റങ്ങളോടെ. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം. എന്റെ സ്വന്തം ഗോൾഡ് കിങ് ജ്വല്ലറി. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ബ്രാഞ്ചസ് കുമ്പള, ഹൊസങ്കടി, പുത്തൂർ ആൻഡ് മുടിപ്പൂ. റോഡ് സുരക്ഷാ സന്ദേശവുമായി ഓട്ടംതുള്ളൽ സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പിൻ്റെയും JCIയുടെയും നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി ഒരുക്കിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നീലേശ്വരം JCIയുടെ സഹകരണത്തോടെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. റോഡ് സുരക്ഷാ സന്ദേശവുമായി ഓട്ടംതുള്ളൽ പരിപാടി സംഘടിപ്പിച്ചു. നീലേശ്വരം മാർക്കറ്റിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് MVI M. വിജയൻ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ബസ് സ്റ്റാൻഡ് പരിസരം, ബീവറേജ് കോർപ്പറേഷൻ പരിസരം, ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചു. സമാപന ചടങ്ങ് MVI ദിനേഷ് കുമാർ VK ഉദ്ഘാടനം ചെയ്തു. GSI വാരാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രശസ്ത കലാകാരൻ KVK എളേരിയായിരുന്നു ഓട്ടംതുള്ളൽ വേഷം അവതരിപ്പിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ നീലേശ്വരം SI നാരായണൻ, GSI ഭാരവാഹികളായ വിനോദ്, സന്തോഷ്, തുളസീദാസ്, സുനിൽ രാജ്, ശ്രീനി PR, K. രാമകൃഷ്ണൻ, ഗിരീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വമേകി. ഓണാഘോഷത്തിന്റെ ഭാഗമായി കുഡ്ലു ഗംഗൈ ചളിവയലിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പ്രദേശത്തെ പാരമ്പര്യ കർഷകരെ ആദരിച്ചു. വയൽ ഗ്രാമോത്സവത്തിന്റെ ഉദ്ഘാടനം ദേവരഗുഡെ ശ്രീശൈല മഹാദേവ സേവാ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീനിവാസൻ മാസ്റ്റർ നിർവഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി കലാകായിക മത്സരങ്ങൾ നടന്നു. കമ്പവലി മത്സരം ഏവരെയും ആവേശഭരിതരാക്കി. മ്യൂസിക്കൽ ചെയർ, ചട്ടിപ്പൊട്ടിക്കൽ, വോളിബോൾ, ഓട്ടമത്സരം എന്നീ ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു. വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ കേളുഗുഡെ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീധരൻ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ ഉണർത്തി ഒരു പൊന്നോണക്കാലം കൂടി കടന്നുപോയി. നാടെങ്ങും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്.
വ്യത്യസ്തങ്ങളായ ഓണാഘോഷ പരിപാടികളുമായി വിവിധ ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും. നിത്യാനന്ദ യുവജന സേവാ സമിതി ഒരുക്കിയ ഉത്തര കേരള പൂക്കള മത്സരം ശ്രദ്ധേയമായി. തിരുവോണ ദിനത്തിൽ ഇത്തവണയും പ്രതിഷേധ സമരങ്ങൾക്ക് കുറവില്ല. കാസർഗോഡ് നാളികേര കർഷകരും കാഞ്ഞങ്ങാട് ആധാരമെഴുത്ത് സംഘടനയും സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ നിരാഹാര സമരം നടത്തി. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഉത്രാട ദിനത്തിൽ ബാക്കി വെച്ച മാലിന്യങ്ങൾ യഥാസമയം നീക്കി കാഞ്ഞങ്ങാട് നഗരസഭ മാതൃകയായി. അരയി വട്ടത്തോട് ചൂരപ്പായ് ഭദ്രമൂർത്തി പള്ളിയറയുടെ കുറ്റിയടിക്കൽ കർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.